ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കിരണിനോട് നന്ദി പറഞ്ഞ് ചിന്നു അങ്ങനെ നിൽക്കുമ്പോൾ ചായ എടുക്കാനായപ്പോൾ സീത ചായയുമായി മടങ്ങിയെത്തി. നന്ദിയുടെ ആവശ്യമൊന്നും എന്നും നമ്മൾ ഇനിയും കാണാനുള്ളവരല്ലേ എന്നൊക്കെ പറഞ്ഞ് കിരൺ സംസാരിച്ചങ്ങനെ നിൽക്കുമ്പോൾ അതൊട്ടും ഇഷ്ടപ്പെടാതെയായിരുന്നു മഹിയുടെ നോട്ടം. മഹിയുടെ നിൽപ്പും സംസാരമൊക്കെ കണ്ടതോടെ കിരണിനും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അപ്പോഴേക്കും ചായയായി സീത എത്തി. സീതയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് ചിന്നു കിരണിന് നൽകുന്നു. അതിനുശേഷം അടുത്ത ഗ്ലാസ് ചായ മഹി തന്നെ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും മഹി എടുക്കുന്നതിന് മുമ്പ് തന്നെ ചാടി ചിന്നു അത് എടുക്കുന്നു. എന്നിട്ട് ചിന്നു അത് കുടിച്ചു നോക്കിയിട്ട് മഹിയോട് ചോദിച്ചു, തനിക്ക് ചായ വേണ്ടല്ലോ അല്ലേ? വേണ്ട എന്ന് മഹി മറുപടി പറയുമ്പോൾ ചിന്നു പറഞ്ഞു, ഇത്രയും ദൂരം തണുപ്പത്ത് വന്നതല്ലേ, അതുകൊണ്ടാ എന്ന് പറഞ്ഞ് വീണ്ടും ആ ചായ കുടിക്കാൻ തയ്യാറായി. ചിന്നു അത് ചായ കുടിച്ചുകൊണ്ടങ്ങനെ നിൽക്കുമ്പോഴേക്കും ആകെ ദേഷ്യത്തോടെ ചിന്നു ചായ കുടിക്കുന്നത് കണ്ട് ഉടനെ തന്നെ ചിന്നുവിന്റെ ആ പെരുമാറ്റം കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ മഹി നിൽക്കുമ്പോൾ കിരൺ പറഞ്ഞു, അതെ, നിങ്ങളോട് രണ്ടുപേരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, ഇന്ന് നാളെ രാവിലെ ഞങ്ങളുടെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുകയാണ്. അപ്പോൾ സെലിബ്രേഷന് പങ്കെടുക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേരും വരണം. അത് പറയാനാ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്, അത് പറയാനാ ഞാൻ തുടങ്ങിയത്. അപ്പോൾ രണ്ടുപേരും രാവിലെ തന്നെ സ്കൂളിൽ വരണം എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ മഹി പറഞ്ഞു, ഓ, നാളെ എനിക്ക് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ജിനു പറഞ്ഞു, എന്നാ ഞാൻ വരാൻ കിരൺ ചേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും മഹി തനിക്ക് അസൗകര്യമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, സാരയില്ല എന്ന് പറഞ്ഞ് വേഗം വണ്ടിയെടുത്ത് കിരൺ അവിടെ നിന്ന് പോന്നു. അപ്പോഴാണ് മഹിയോ ദേഷ്യത്തോടെ ചിന്നുവിനോട് ചോദിച്ചത്, അല്ല, നാളെ താനെങ്ങനെ പോകും? അപ്പൊ ഇവിടുത്തെ ജോലി ആര് നോക്കും? അതൊക്കെ എങ്ങനെയായാലും നോക്കിക്കോളും എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ഉപകാരം ചെയ്ത, ഇത്രയും വലിയൊരു സഹായം ചെയ്ത കിരണേട്ടൻ ഒരു കാര്യം പറഞ്ഞപ്പോ കിരൺ ചേട്ടനോട് ഞാൻ ചെല്ലില്ല എന്ന് പറയുന്ന മോശമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കിരൺ അവിടെ നിന്ന് പോയതിനു ശേഷം അങ്ങനെയല്ല മഹിയോട് സംസാരിച്ച് ചിന്നു അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴാണ് മഹിക്കാകെ ദേഷ്യായത്. എന്നാലും എന്ത് സഹായ അവൾക്ക് ചെയ്തു കൊടുത്തത്? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹായിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞതും അതിന് തന്നോടെന്തിനാ ഞാൻ പറയുന്നത് എന്ന് ചോദിച്ച് ചിന്നുവും അകത്തേക്ക് പോന്നു. മഹിയാകെ ടെൻഷൻ അടിച്ച്, എന്നാലും എന്ത് സഹായമായിരിക്കും? നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആ സഹായം ചെയ്തു കൊടുക്കാമായിരുന്നു എന്നെല്ലാം ആലോചിച്ച് പാവം മഹി അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് ദുർഗയുടെ റൂമിന് മുന്നിൽ ഗിരിജയും വസുമതിയും വീണ്ടും വീണ്ടും ദുർഗയെ വിളിച്ചുകൊണ്ട് ആ വാതിൽക്കൽ നിൽക്കുകയാണ്. ദുർഗയെ, ഇനി വാതിൽ തുറക്കടി എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ അത് കേട്ട് അവിടേക്ക് എത്തി അശ്വതി ചോദിച്ചു, എന്താ അമ്മേ? അല്ല, ഇതിനകത്ത് ദുർഗയുണ്ട്, അവള് കിടക്കുവാന്നും പറഞ്ഞുകൊണ്ട് കയറിയതാ. പക്ഷെ ഇത്ര നേരമായിട്ടും അവൾ ഇതിനകത്തില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അവള് കിടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഓരോ അടവ് കാണിച്ച് അവള് വേറെന്തോ ചെയ്യുക, അവള് റൂമിനകത്തില്ല, അത് സത്യമാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും ബഹളം വെച്ചു. അശ്വതിയും വാതിൽ തുറക്കാൻ പറഞ്ഞുകൊണ്ട് ഒച്ച ഉണ്ടാക്കിയതും അതുവഴി വരുന്ന മുത്തശ്ശി അവരോട് എല്ലാവരോടും ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? പാവം ദുർഗമോള് കിടന്ന് ഉറങ്ങുമല്ലേ, ആ കുഞ്ഞിനെ ഉറങ്ങാനും സമ്മതിക്കില്ല നീയൊക്കെ എന്ന് ചോദിച്ചപ്പോ പിന്നെ അവൾ ഉറങ്ങി. എൻ്റെ അമ്മേ, അവള് ചുമ്മാ അടവ് കാണിക്കുന്നതൊക്കെ, അവള് അവിടെ കിടന്ന് ഉറങ്ങുമൊന്നുമല്ല. അമ്മയല്ലേ, വിളിച്ചു നോക്ക്, എത്ര നേരമായി ഞങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ച് വിളിക്കുന്നു, പക്ഷെ അവള് വാതിൽ തുറക്കുന്നില്ലല്ലോ. അമ്മ ഒന്ന് വിളിച്ചു നോക്ക്, അവൾ ഇതിനകത്തില്ല എന്ന കാര്യം ഉറപ്പാ എന്ന് പറഞ്ഞ് ഗിരിജ ബഹളം ഉണ്ടാക്കി. ഗിരിജയുടെ വാക്ക് കേട്ട് വസുമതിയും പറഞ്ഞു, അതെ, ഗിരിജ ഇത് ആദ്യമായിട്ടൊന്നും പറയുന്നതല്ല, ഇതിനകത്ത് അവളില്ല എന്നത് എനിക്കും തീർച്ചയാണ്. അല്ലെ, ഇത്രയൊക്കെ ബഹളം വെക്കുമ്പോൾ അവൾ എഴുന്നേറ്റ് വാതിൽ തുറക്കേണ്ടതല്ലേ എന്ന് ചോദിച്ച് അവര് ദേഷ്യപ്പെട്ടുകൊണ്ട് നിന്നു. ഉടനെ എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞ് മുത്തശ്ശി എന്നെ ദുർഗയുടെ വാതിൽ കൊട്ടി വിളിക്കുന്നു. ഉടനെ കുറച്ചു നേരം വിളിച്ചതും അവൾ അതിനകത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് വസുമതിയും ഗിരിജയും തർക്കിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് വാതിൽ തുറന്ന് ദുർഗ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്താ മുത്തശ്ശി, എന്താ എന്ന് ചോദിച്ച് ദുർഗ വാതിൽ തുറന്ന് അകത്ത് നിന്ന് പുറത്തു വന്നതും എല്ലാവരും ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ്. എല്ലാവരുടെയും സംശയത്തോടെയുള്ള നോട്ടവും നിൽപ്പൊക്കെ കണ്ടതോടെ ദുർഗ ആകെ സംശയപ്പെട്ട് മുത്തശ്ശിയോട് ചോദിച്ചു, എന്താ മുത്തശ്ശി, എന്താ കാര്യം? ഒന്നുമില്ല. അപ്പോഴേക്കും വസുമതിയും ഗിരിജയും അശ്വതിയും ഒക്കെ അകത്ത് കയറി ആ അലമാരിയൊക്കെ തുറന്നൊക്കെ നോക്കുന്നു. എന്നിട്ട് കട്ടിലിനടിയിലെല്ലാം നോക്കിയിട്ട്, നീ എന്തെടുക്കുമായിരുന്നു ഇവിടെ? എത്ര നേരമായി നിന്നെ വിളിക്കുന്നു, നീ എന്നിട്ട് എന്താ വാതിൽ തുറക്കാഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ഉടനെ ദുർഗ പറഞ്ഞു, അത് പിന്നെ എനിക്ക് തലവേദന ആയതുകൊണ്ട് ഞാൻ കിടന്നങ്ങ് മയങ്ങിപ്പോയി, ടാബ്ലറ്റ് കഴിച്ചിട്ടാ കിടന്നത്, അതുകൊണ്ടാ എന്ന് ദുർഗ മറുപടി പറഞ്ഞത്. ഉടനെ മുത്തശ്ശി ഗിരിജയോടും മറ്റുള്ളവരോടും ദേഷ്യപ്പെട്ടു. പാവം എൻ്റെ കുഞ്ഞിന് ഒരു സമാധാനം നീയൊക്കെ കൊടുക്കില്ല, കുറച്ചു നേരം പോലും ഒന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പോലും നീ ഒന്നും സമ്മതിക്കില്ലല്ലോ, ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന് എല്ലാം പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് മുത്തശ്ശി അവരെല്ലാം അവിടെ നിന്ന് അടിച്ചിറക്കി. എല്ലാവരും പോയി കഴിഞ്ഞാലും ദുർഗ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു, എന്താ മുത്തശ്ശി,
ഏയ് ഒന്നുമില്ല മോളെ, മോള് കിടന്നുറങ്ങിക്കോ, ഇവർക്കൊക്കെ തലയ്ക്ക് കുഴപ്പമല്ലേ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോയി. അപ്പോഴാണ് മഹി കിച്ചണിൽ വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നുകൊണ്ട് എന്ത് സഹായമായിരിക്കും ആ കിരൺ ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക. ഓ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ചെയ്തു കൊടുക്കാമായിരുന്നു. പക്ഷെ എന്തായാലും കഷ്ടമായി പോയല്ലോ. എന്നാലും എന്തായിരിക്കും അത് എന്നൊക്കെ ആലോചിച്ച് മഹിയാകെ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ജയൻ എത്തിയത്. ജയരാം വന്ന് പറഞ്ഞു, എടാ മോനെ മഹി, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുവോ എന്ന് ചോദിച്ചിട്ടും, ഓ എന്ത് ഹെൽപ്പ് ചെയ്യാനാ, അതൊക്കെ നേരത്തെ അവൻ ചെയ്തു കൊടുത്തില്ലേ. അങ്ങനെ പറഞ്ഞ് മഹി അവിടെ ഇരിക്കുന്ന കണ്ടതും, ഡാ നീ എന്താണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് ഉടനെ ജയരാമൻ വിളിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് ഞെട്ടി ചാടി എഴുന്നേൽക്കുകയാണ് മഹി. നീ എന്താണ് ഈ പിച്ചും പേയും പറയുന്നത് എന്ന് ചോദിച്ചതും മഹി ചോദിച്ചു, ഞാൻ ആരെ പിച്ചി, ആർക്കാ പേ, ആരെ കടിച്ചത്, ഇതെല്ലാം ചോദിച്ചുകൊണ്ട് ആകെ അന്തിച്ച് മഹി നിൽക്കുന്ന കണ്ടതും ജയരാമൻ ചോദിച്ചു, എടാ ഞാൻ നിന്നോട് വന്ന് പറഞ്ഞു വല്ലോ, നീ കേട്ടോ? അല്ല അച്ഛൻ എന്താ പറഞ്ഞത്? എടാ എനിക്കൊരു ഹെൽപ്പ് നീ ചെയ്യുവോ? എന്താ അച്ഛാ എന്ന് ചോദിച്ചതും, നാളെ രാവിലെ കിരണിന്റെയും ദുർഗയുടെ ഒക്കെ സ്കൂളിലെ ഒരു ക്രിസ്മസ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നാളെ എനിക്ക് പോകാൻ ഒരു അസൗകര്യമുണ്ട്. അപ്പോൾ എനിക്ക് പകരം നീ അവിടെ വരെ ഒന്ന് പോകുവോ? അത് കേട്ടതും, അതിനെന്താ, ഞാൻ പോകാലോ എന്ന് പറഞ്ഞ് മഹി താൻ പോകാമെന്ന് ജയരാമനോട് അറിയിച്ചു. എന്നാ ശരിയെന്ന് പറഞ്ഞ ജയരാമൻ പോകാൻ തുടങ്ങിയപ്പോൾ മഹി ചോദിച്ചു, അല്ല അച്ഛാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അച്ഛൻ ഞാൻ ചോദിക്കുന്നതിന് എനിക്ക് വ്യക്തമായിട്ടൊരു മറുപടി തരണം. അത് കേട്ടതും, എന്താ? അല്ല അച്ഛാ, നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട്, നമുക്ക് താല്പര്യമുള്ള ഒരാളോട്, നമ്മൾക്ക് ഇഷ്ടം അടുപ്പമൊക്കെ കൂടുതലുള്ള ആള് വേറൊരാളോട് അടുപ്പവും സ്നേഹമൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ? ആ ഒരു ഫീലിങ്ങിന്റെ കാര്യമാണ് ചോദിച്ചത്. ഓ അത് മനസ്സിലായി, അത് അസൂയ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പൊസസീവ്നെസ് എന്ന് പറയും. ആ അല്ല ഇതിപ്പോ ആരോടാ നിനക്ക് തോന്നിയേ, ആരാ കക്ഷി എന്ന് ചോദിച്ചിട്ടും, ആരും ഇല്ല ചാ, എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചതാ. ഏത് ഫ്രണ്ട്? അത് അച്ഛൻ അറിയത്തില്ല, എനിക്ക് എന്നോട് ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന എൻ്റെ ഒരു ജൂനിയറാ. ഓ എന്നിട്ട് അല്ല അങ്ങനെ വരുമ്പോ എന്താ ചെയ്യുക എന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞതും മഹിയോട് ജയരാമൻ പറഞ്ഞു, മോനെ അങ്ങനെ ഒരു പൊസസീവ്നെസ് ഉണ്ടെങ്കിലേ എന്നാ നിന്റെ കൂട്ടുകാരൻ വിളിക്കുമ്പോൾ പറഞ്ഞേക്കേ, അങ്ങനെ ഒരു പൊസസീവ്നെസ് നമ്മൾ അധികം വെച്ച് പുലർത്തുന്നത് ശരിയല്ല. മനസ്സിൽ അങ്ങനെ ഒരു താല്പര്യം ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാണ്, അതാ വേണ്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടോ നിന്റെ കൂട്ടുകാരനോട് എന്ന് പറഞ്ഞു. മഹി ചോദിച്ചു, ഏത് കൂട്ടുകാരൻ? അല്ല നീയല്ലേ പറഞ്ഞ എനിക്ക് അറിയത്തില്ല അതൊരു കൂട്ടുകാരൻ നിൽക്കണോ? ഓ ആ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു മഹി തലകുലുക്കി. ഉടനെ ജയരാമൻ കള്ളച്ചിരിയോടെ പറഞ്ഞു, എടാ ഞാനേ നിന്റെ മുത്തശ്ശി എന്നെ പ്രസവിക്കുമ്പോ, അതായത് നിന്റെ അച്ഛമ്മ എന്നെ പ്രസവിക്കുമ്പോ എനിക്ക് ഇത്രയും തടിയും വണ്ണവും പൊക്കവും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വളർന്നാണ് ഇത്ര ആയത്. അത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാ, ഞാനേ നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടാ വന്നതെന്ന്. നീ ചിന്തിക്കുന്നതിലും വലിയ തരികിടകൾ കാണിച്ച ആളാണ് ഈ ഞാൻ. എന്നിട്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് മോനെ ഓരോ കാര്യങ്ങളും അച്ഛനും മനസ്സിലാവും കേട്ടല്ലോ എന്ന് പറഞ്ഞ് ജയരാമൻ അവിടെ നിന്ന് പോകുന്നു. മഹി ആകെ ചമ്മലോടെ അവിടെ നിൽക്കുമ്പോൾ ദുർഗ അവിടെ പിറ്റേന്ന് രാവിലെ കുട്ടികളുടെ സെലിബ്രേഷന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി ദുർഗ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അവിടെയുള്ളവർക്ക് വിളിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മുത്തശ്ശി എത്തി. എന്താ മോളെ എന്ന് ചോദിച്ചത്. സ്കൂളിൽ നടക്കുന്ന സെലിബ്രേഷനെ കുറിച്ചും അവർക്ക് വേണ്ടി വാങ്ങിക്കുന്ന ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ താൻ പറയുകയായിരുന്നു എന്ന് പറഞ്ഞതും, അതെന്തായാലും നല്ല കാര്യമാണ്, കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണെന്ന് മുത്തശ്ശി ദുർഗയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് കുട്ടേട്ടൻ എത്തിയത്. കുട്ടേട്ടൻ വന്നതും ഉടനെ അരികിലേക്ക് വന്ന് കുട്ടേട്ടൻ ദുർഗമോളെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അരികിലേക്ക് മുത്തശ്ശിയും എത്തി. കുട്ട നീ എത്തിയോ എന്ന് ചോദിച്ചതും, അമ്മേ ഞാനേ വീട് വരെ ഒന്ന് പോയിരുന്നു എന്ന് ചോദിച്ചു. എന്നിട്ട് എന്തുണ്ട് വിശേഷം, സിന്ധുവിനെ എന്താ കൊണ്ടുവരാതിരുന്നത് എന്ന് ചോദിച്ചതും, പ്രത്യേകിച്ചൊന്നും ഇല്ല, അവിടെ ഏതാണ്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ട്യൂബ് തെളിയുന്നില്ല എന്നും മോട്ടർ വർക്ക് ആവുന്നില്ലെന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ, അതൊക്കെ ഞാൻ പരിഹരിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചതും കുട്ടേട്ടൻ പറഞ്ഞു, അത് പിന്നെ ജോലിയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ വീടിന്റെ അവിടെ വരെ പോയതാണ് എന്ന് കുട്ടേട്ടൻ മറുപടി നൽകി. അത് കേട്ടതും മുത്തശ്ശി കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാൻ നിൽക്കുന്നത് കണ്ടതോടെ കാര്യം മനസ്സിലാക്കി വേഗം തന്നെ മുത്തശ്ശി അവിടെ നിന്ന് പറഞ്ഞയക്കാനായിട്ട് ദുർഗ അരികിലേക്ക് വന്ന് മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശിക്ക് ആഹാരത്തിന് ശേഷം കഴിക്കാനുള്ള ഗുളിക കഴിച്ചോ? ഞാൻ ആ കാര്യം മറന്നു മോളെ. ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വേഗം പോകാനായിട്ട് മരുന്ന് കഴിക്കാനായിട്ട് മുത്തശ്ശി വേഗം അകത്തേക്ക് പോയി. ഈ സമയത്ത് ദുർഗ കുട്ടേട്ടനോട് കാര്യങ്ങൾ അന്വേഷിച്ചു. ആ കത്തിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കുട്ടേട്ടൻ പറഞ്ഞു കൊടുത്തു.
കുട്ടേട്ടന്റെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ ദുർഗ അറിയുന്നു. അത് ഇതിലെഴുതിയിരിക്കുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എന്നാണ് അഡ്രസ്സ്. അത് വന്നിരിക്കുന്നത് ഒരു മഹാദേവനും. പിന്നെ ഇത് അയച്ചിരിക്കുന്നത് പാലക്കാട് നിന്നുള്ള കുഞ്ഞുരുളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മറ്റോ ആണെന്നാണ് ഒരു ഒരു ഊഹം. കാരണം അറിയാവല്ലോ, ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഊഹത്തിലൂടെയാണല്ലോ കണ്ടെത്തുന്നത്. ഈ കത്ത് ഇത്രയും പഴക്കമുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞതും അതെല്ലാം കേട്ടതോടെ ആകെ സംശയപ്പെട്ട് അങ്ങനെ ദുർഗ നിന്നു. എന്നാ കുട്ടേട്ടൻ ഒരു കാര്യം കൂടി എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞു ദുർഗ മറ്റൊരു കാര്യം കൂടി കുട്ടേട്ടനെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തു. ശരി മോളെ, ഉടനെ തന്നെ ഞാൻ കണ്ടെത്താം എന്ന് പറഞ്ഞ് കുട്ടേട്ടൻ അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷമാണ് പിറ്റേന്ന് രാവിലെ രമാനിലയത്തിലെ കിച്ചണിലേക്ക് വന്ന് ചിന്നു അവിടെ പ്രോഗ്രാമിന് പോകുന്നതിനെ കുറിച്ച് ചന്ദ്രലേഖയോട് പറയുന്നു. ചന്ദ്രാമ്മേ, ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് ചോദിച്ചതും എന്താ മോളെ എന്ന് അന്വേഷിച്ചു. അല്ല, ഇന്ന് ദുർഗയുടെ സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്നുണ്ട്, അപ്പോൾ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞ് ക്ഷണിച്ചിരുന്നു, അതാ എന്ന് പറഞ്ഞു. അതിനെന്താ, മോള് പൊയ്ക്കോ എന്ന് ചന്ദ്രാമ്മ പറയുമ്പോഴാണ് അവിടേക്ക് റെഡിയായി മഹി എത്തിയത്. അല്ല, താനിതുവരായിട്ടും റെഡിയായില്ലേ? വേഗം പോയി റെഡിയായിട്ട് വാ, സമയം ഇപ്പൊ തന്നെ വൈകി എന്ന് പറഞ്ഞ് മഹി ബഹളം വെച്ചതും ഉടനെ ചിന്നു ചോദിച്ചു, അല്ല താനാ ഇതെന്താ എന്നോട് ഇങ്ങനെയൊക്കെ ദേഷ്യം പറയാൻ, വലിയ അധികാരത്തോടെ പറയാൻ? താൻ്റെ ഭർത്താവൊന്നും അല്ലല്ലോ. അല്ല, എവിടെ പോകുന്ന കാര്യം താനിപ്പോ പറഞ്ഞത് എന്ന് ചോദിച്ചു. അല്ല, നമുക്കിന്ന് സെലിബ്രേഷന് പോകണ്ടേ? ആ സ്കൂളിൽ സെലിബ്രേഷൻ ചെല്ലാൻ പറഞ്ഞതല്ലേ? കിരൺ ഇന്നലെ ക്ഷണിച്ചതല്ലായിരുന്നോ എന്ന് ചോദിച്ചതും. അല്ല, താൻ വരുന്നില്ലെന്നല്ലേ അന്നേരം പറഞ്ഞത് എന്ന് ചോദിച്ചതും. അതെ, ഞാൻ വരുന്നില്ലെന്നാ വിചാരിച്ചത്. പക്ഷേ ഇന്ന് ഇവിടെ സാറിനെ അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സാറിന് പകരമായിട്ട് എന്നോട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ചിന്നു ചോദിച്ചു, അല്ല തന്നെ പകരം പറഞ്ഞയക്കാൻ താൻ ആരാ? ഇവിടുത്തെ സാറിന്റെ മോനോ? പലപ്പോഴും തന്റെ പെരുമാറ്റ കാര്യത്തിലാണല്ലോ. അല്ല, ശരിക്കും തനിക്ക് വീടും കൂടുമൊന്നും ഇല്ലേ? തന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടില് അച്ഛനും അമ്മയും ഒരു ഏട്ടനും. ആ, അത് ശരി. അല്ല, അച്ഛൻ കൂലിപ്പണിക്ക് പോവാ, ഏട്ടൻ PSC എഴുതിക്കൊണ്ടിരിക്കുന്നു, അമ്മ ഒരു വലിയ വീട്ടിലെ ജോലിക്ക് പോവുക. അത് കേട്ടതും ദേഷ്യത്തോടെ ചിന്നു പറഞ്ഞു, നാണമില്ലല്ലോ തനിക്ക്, താൻ എന്നിട്ട് എപ്പോഴും ഇവിടെ നിൽക്കുക, തൻ്റെ അമ്മയെ വലിയ വീട്ടിൽ ജോലിക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. അതെ, ഇത്രയും വലിയ മക്കളായി കഴിഞ്ഞാലേ പിന്നെ പാവം അമ്മയൊക്കെ മറ്റുള്ളവരുടെ വീട്ടിൽ ജോലിക്ക് വിടുന്നത് ശരിയായ ശീലമൊന്നുമല്ല. മക്കളുടെ ഒപ്പം സന്തോഷത്തോടെ മക്കളോടൊപ്പം ഇപ്പോഴും കഴിയാനാണ് അമ്മമാർ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ആ പാവം അമ്മയെ വലിയ വീട്ടിൽ ജോലിക്കായിട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. തനിക്ക് നാണമുണ്ടോ? തനിക്ക് അമ്മയെ വീട്ടിൽ പിടിച്ചു നിർത്തിയിട്ട് ഇവിടുത്തെ ജോലി കഴിയുമ്പോൾ വീട്ടിൽ ചെന്ന് അമ്മയുടെ കൂടെ കുറച്ചു നേരം തനിക്ക് ഇരിക്കാവല്ലോ. അതൊക്കെ അമ്മയ്ക്ക് എന്തൊരു ആശ്വാസം എന്നറിയാവോ? ഇങ്ങനെയൊക്കെയുള്ള മക്കളെയാണ് ശരിക്കും നല്ല അടിവെച്ച് കൊടുക്കേണ്ടത്. എന്തായാലും ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് ചിന്നു പോകാൻ തുടങ്ങുമ്പോഴേക്കും മഹിയോട് ദേഷ്യപ്പെട്ട് ചിന്നു സംസാരിച്ചതെല്ലാം കേട്ട് ചന്ദ്രലേഖയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉടനെ മഹി ചന്ദ്രലേഖയോട് ചോദിച്ചു, അയ്യോ ചന്ദ്രാമ്മയുടെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? അപ്പോഴേക്കും ചന്ദ്രലേഖ പറഞ്ഞു, അത് പിന്നെ എൻ്റെ കണ്ണിലെ ചെറിയ പൊടി പോയതാ എന്ന് പറഞ്ഞതും, ആണോ, എന്നാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹി ചന്ദ്രലേഖയുടെ കണ്ണിലേക്ക് നോക്കി. ആ കണ്ണില് കരട് പോയെങ്കിൽ അത് ഊതിക്കളയാനായിട്ട് മഹി ശ്രമിക്കുന്നു. അങ്ങനെ കണ്ണിലെ കണ്ണുനീരിൽ വന്ന് കിടക്കുന്ന കണ്ണുനീര് വന്നത് തൻ്റെ മക്കളെക്കുറിച്ച് ഓർത്തിട്ടാണെന്നുള്ള സത്യം തുറന്നു പറയാനാകാതെ ചന്ദ്രലേഖ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ മഹി എന്നാ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങുന്നു. ഈ സമയത്ത് പൃഥ്വിയും നരിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. അതെ, ഇന്ന് ഇത്ര പെട്ടെന്ന് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരുമെന്ന് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞതും പൃഥ്വി പറഞ്ഞു, നരി, ഞാൻ പറഞ്ഞല്ലോ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുമെന്ന്. എന്തായാലും ഇന്ന് അവിടെ സെലിബ്രേഷൻ നടക്കുക, അപ്പോൾ കുറെ ആളുകളുണ്ടാവും, അതിനിടയ്ക്ക് നമുക്കും ചെല്ലാം, വേഷം മാറി അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അവളെ നമുക്ക് അവിടുന്ന് കൂളായി തട്ടിക്കൊണ്ടു പോരാം, കുറച്ച് അടിയിടിയും ബഹളമൊക്കെ ഉണ്ടാകും, സാരയില്ല എന്ന് പറഞ്ഞതും, അതിനെന്താടാ, അതൊക്കെയല്ലേ ഒരു ത്രില്ല്. എന്തായാലും ഇത്ര വേഗം നീ എൻ്റെ ആഗ്രഹം സാധിച്ചു തരുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സന്തോഷിക്കുമ്പോൾ കിരൺ സ്കൂളിൽ വന്നിട്ട് കുട്ടികളോടൊപ്പം സംസാരിച്ച് കഴിയുമ്പോഴേക്കും കുട്ടികളോട് ഓരോരുത്തർ വരുമ്പോൾ വിഷ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കുട്ടികളോട് ക്ലാസ്സിലേക്ക് പോയിക്കൊള്ളാൻ പറയുന്നു. ദുർഗയെ അപ്പോഴേക്കും അവിടേക്ക് എത്തിയതും കിരൺ ഒരു കള്ളച്ചിരിയോടെ നിൽക്കുന്നത് കണ്ട് ദുർഗ ചോദിച്ചു, എന്തു പറ്റി? അതെ, നമ്മുടെ മഹി ഉണ്ടല്ലോ, മഹിക്ക് ചിന്നുവിനോട് പ്രണയമാണ്.
പക്ഷെ അത് തുറന്നു പറയാൻ അവന് കഴിയുന്നില്ല. അത് കേട്ടതും ദുർഗ പറഞ്ഞു, അതെ, ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും പ്രണയിക്കുന്ന ആളോട് തുറന്നു പറയണം. അത് കേട്ടതും കിരൺ പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും സാധിക്കില്ലടോ. കാരണം ആത്മാർത്ഥമായ പ്രണയമാണെങ്കിൽ പോലും നമ്മൾ പറയുമ്പോ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിൽ, അവര് പറയുന്നത് നോ എന്നുള്ളൊരു മറുപടിയാണെങ്കിൽ അത് അവരെ ആകെ തകർത്ത് കളയും. അതുകൊണ്ടാണ് ഒട്ടുമിക്ക പ്രണയിതാക്കളും ഒട്ടുമുക്ക കാമുകന്മാരും തന്റെ പ്രണയിനിയോട് തുറന്നു പറയാത്തതെന്ന് കിരൺ പറയുന്നത് കേട്ട് ദുർഗ ചോദിച്ചു, ഓഹോ, ഇതിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുപോലെയാണല്ലോ കിരണിന്റെ സംസാരം. എന്തായാലും കിരൺ ഇങ്ങ് വന്നേ, ഇനിയും സമയം പോകുന്നു, അറേഞ്ച്മെന്റ്സ് ഒന്നും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ദുർഗയെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കിരൺ. അതിനുശേഷം മഹി റെഡിയായി പോകാനായിട്ട് കാറുമായിട്ട് ചിന്നുവിന്റെ വീടിനടുത്ത് വന്നതും ഔട്ട് ഹൗസിലേക്ക് വന്നതും ചിന്നു റെഡിയായി വരാത്തതുകൊണ്ട് ഇത്രയും നേരമായിട്ടും റെഡി ആയില്ലേ എന്ന് ചോദിച്ച് മഹി വേഗം കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ റെഡിയായി പുറത്തേക്ക് വരുന്ന ചിന്നുവിനെ മഹി കണ്ടു. നല്ല ഭംഗിയായി ഒരുങ്ങി വന്ന കണ്ട് അതിശയപ്പെട്ട് മഹി അങ്ങനെ നോക്കുകയാണ്. ഉടനെ അടുത്തേക്ക് വന്ന് ചിന്നു ചോദിച്ചു, എന്താ മഹിയേട്ടാ, നമുക്ക് പോകാം എന്ന് ചോദിച്ചതും മഹി ആകെ അന്തം വിട്ടങ്ങനെ നോക്കി. അതേ, തനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ എന്ന് ചിന്നു ചോദിച്ചതും, അല്ല എന്താ എന്നെ വിളിച്ചതെന്ന് മഹിയേട്ടാന്ന്. ആഹാ, കൊള്ളാലോ, നല്ല, അങ്ങനെ തന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് മഹി പറഞ്ഞതും ഇഷ്ടപ്പെട്ടു. ഇനി അങ്ങനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ മഹി, അയ്യടാ, എന്നാലേ എനിക്ക് ഒട്ടും താല്പര്യമില്ല അങ്ങനെ വിളിക്കാൻ. തന്നെ ഡ്രൈവർ പയ്യാന്ന് വിളിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അതാ നല്ലത് എന്ന് ചിന്നു ദേഷ്യത്തോടെ മഹിയോട് പറഞ്ഞു. അത് കേട്ടതും മഹി, എന്തായാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചതും, തന്നെ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല സുന്ദരിയാട്ടോ എന്ന് ചോദിച്ചതും, അല്ല, അതെ, എനിക്കറിയാം. എന്നിട്ട് നല്ലൊരു കാര്യം പറഞ്ഞിട്ട് തനിക്കൊരു താങ്ക്സ് പോലും പറഞ്ഞൂടെ? അതെ, എനിക്ക് എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട്. ഞാൻ സുന്ദരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടുമ്പോൾ അതിന് താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് നല്ല സൗന്ദര്യ ബോധമുണ്ട് എന്നെക്കുറിച്ച് തന്നെ. മനസ്സിലായോ എന്ന് പറഞ്ഞ് ചിന്നു ആകെ ദേഷ്യപ്പെട്ടങ്ങ് നിൽക്കുമ്പോൾ ഉടനെ മഹി പറഞ്ഞു, ഓഹ്, എനിക്ക് എന്തിൻ്റെ കേടാണ് എൻ്റെ ഈശ്വരാ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതെ, താൻ സത്യസന്ധമായിട്ട് പറയണം. തനിക്ക് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ചുള്ള തൻ്റെ ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതൊന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചതും, അതെ, എനിക്ക് ഇഷ്ടമുള്ള ആളെന്ന് പറഞ്ഞാൽ നല്ല പൊക്കമുള്ള ആളായിരിക്കണം. ആ, അത് ശരി. പിന്നെ പിന്നെ ഈ ബീഡിയും സിഗരറ്റും ലഹരി പദാർത്ഥങ്ങൾ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതെടുത്തും അതൊന്നും ഇല്ല, ഓക്കെ, ബാക്കി പറ എന്നിങ്ങനെ മഹി പറഞ്ഞതും വീണ്ടും പിന്നെയുള്ളതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ് മഹി അടിമുടി നോക്കി. എന്താ, പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് മഹി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഉടനെ മഹിയോട് പറഞ്ഞു, അതെ, ഇയാളെക്കാളും നേരെ ഓപ്പോസിറ്റ്, മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മുടെ കിരൺ ചേട്ടനില്ലേ, കിരൺ ചേട്ടനെയൊക്കെ പോലെ എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്ത കേട് തന്നെയാ എന്ന് പറഞ്ഞ് മഹി വേഗം കാൽ കയറിടോ താൻ എന്ന് പറഞ്ഞ് ഒട്ടും ഇഷ്ടപ്പെടാതെ കാറിലേക്ക് മഹി കയറുന്നു. ഈ സമയത്ത് ചിന്നു പോകാനായിട്ട് കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ജയരാമൻ അതുവഴി 2 കവറുമായിട്ട് വന്നത്. മോനെ, ദാ ഇതുണ്ടല്ലോ, ദുർഗയ്ക്ക് മോൻ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ആ കവറ് മഹിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ദാ ഇത് കിരണിനും കൊടുക്കണമെന്ന് പറഞ്ഞ് അടുത്ത കവർ ഏൽപ്പിക്കാൻ തുടങ്ങിയത് ആ കവറ് ചിന്നു ചാടി പിടിച്ചു. ഇത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞതും എന്നാൽ പോകാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് ജയരാമൻ പറഞ്ഞു, ഹാ, അതെന്താ ചിന്നു മോളെ, ശരിക്കും ഡ്രൈവർ പയ്യനെ ഡ്രൈവറാക്കി മാറ്റാതെ ഫ്രണ്ടിൽ കയറി ഇരിക്കും മോളെ എന്ന് പറഞ്ഞതും ചിന്നു വേഗം തന്നെ ഡ്രൈവറുടെ സൈഡ് സീറ്റിൽ ചെന്ന് കയറി. അപ്പോഴേക്കും മഹി കള്ളച്ചിരിയോടെ അച്ഛനെ നോക്കിയതും ചുമ്മാ എന്ന് പറഞ്ഞ് ജയരാമൻ മഹിയെയും ചിന്നുവിനെയും ഒരുമിച്ച് കാറിൽ പറഞ്ഞയക്കുന്നു. അതിനുശേഷം സ്കൂളിൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഓക്കെ ആയി കഴിയുമ്പോഴേക്കും കിരണിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. പൂർണിമയുടെ കോളായതുകൊണ്ട് അറ്റൻഡ് ചെയ്തതും പൂർണിമ പറഞ്ഞു, അതെ കിരൺ, ഞാൻ ദുർഗയെ വിളിച്ചിട്ട് കിട്ടിയില്ല. അല്ല, ഇന്ന് അവിടെ സെലിബ്രേഷൻ ആണല്ലേ എന്ന് ചോദിച്ചതും, അതെ, ധുനിമോൾ ഇന്ന് വരില്ല കേട്ടോ, ചെറിയൊരു കോൾഡ്, അങ്ങനെയുള്ളപ്പോൾ വൈകിട്ട് സാധാരണ പനിക്കും, അതുകൊണ്ടാണ് വിടാത്തത് എന്ന് പറഞ്ഞു. ഓ, ധുനിമോൾക്ക് മരുന്ന് വാങ്ങിച്ചോ മാഡം എന്ന് ചോദിച്ചതും, കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എന്ന് പൂർണിമ മറുപടി നൽകി. അപ്പോഴേക്കും പൂർണിമയോട് കിരൺ ചോദിച്ചു, അല്ല, ഞാൻ ദുർഗയ്ക്ക് ഫോൺ കൊടുക്കണോ എന്ന് ചോദിച്ചതും, വേണ്ട, ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ മതി, അവിടെ ഇപ്പം തിരക്കിലായിരിക്കുമല്ലോ. പിന്നെ ഇതുപോലുള്ള സെലിബ്രേഷനെ ഇങ്ങനെ മാറി നിൽക്കാതെ രണ്ടുപേർക്കും കൂടി റൊമാൻസിന് പറ്റിയ സമയമല്ലേ ഈ സെലിബ്രേഷനൊക്കെ, എന്നിട്ടിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ദുർഗ കുട്ടികളുടെ ഇടയിലൂടെ വന്നതും ദുർഗയുടെ ഫോണിലേക്ക് കുട്ടേട്ടൻ വിളിച്ചത്. കുട്ടമ്പിള്ള വിളിച്ചതും കോൾ എടുത്ത ഉടനെ, ഹലോ കുട്ടേട്ടാ, എവിടെ എത്തി എന്ന് ചോദിച്ചു. ഞാൻ എന്താ സ്കൂളിനകത്തുണ്ട്, മോളിങ് വരുമോ എന്ന് ചോദിച്ചു. ദാ ഇപ്പം എത്താമെന്ന് പറഞ്ഞു
ദുർഗ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് കിരൺ മുന്നിലേക്ക് വന്നത്. ആഹാ! ദുർഗ എങ്ങോട്ടാ? ദേ കുട്ടേട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആണോ? എന്നാ ഞാൻ കൂടി വരാമെന്ന് പറഞ്ഞ് കിരൺ ചെല്ലാൻ തുടങ്ങിയപ്പോഴേക്കും ദുർഗ പിടിച്ചു നിർത്തി. ഏയ് വേണ്ട, ഞാൻ പൊക്കോളാം. ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞ് ദുർഗ പോകാൻ തുടങ്ങിയതും, അതെന്താ ദുർഗ, ഞാൻ വന്നതിന് പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല, അതൊന്നുമില്ല. സത്യത്തിൽ കുട്ടേട്ടൻ വിളിച്ചത് നമ്മുടെ കുട്ടേട്ടൻ്റെ വൈഫിന് എന്തോ കാര്യം സംസാരിക്കാനാണ്. ഏതായാലും ഞാൻ വേഗം പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ദുർഗ പെട്ടെന്ന് പോന്നു. ദുർഗയുടെ പെരുമാറ്റവും സംസാരവും കിരണിന്റെ മനസ്സിൽ സംശയം ഉളവാക്കി. അതിനുശേഷം ദുർഗ വേഗം കുട്ടൻപിള്ളയുടെ അടുത്തേക്കെത്തി. അപ്പോൾ കുട്ടേട്ടൻ പറഞ്ഞു, മോളെ നമ്മൾ സംശയിച്ചത് ശരി തന്നെയായിരുന്നു. അവിടെ ആ സമയത്ത് മഹാദേവൻ ആ ലൊക്കാലിറ്റിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ടാണ് വിവാഹം കഴിച്ചതും മറ്റും. അത് കേട്ടതോടെ ദുർഗയാകെ ഞെട്ടി. അപ്പോൾ നമ്മുടെ കണ്ടെത്തൽ ശരിയായിരുന്നു അല്ലേ? ഉടനെ കുട്ടൻപിള്ള പറഞ്ഞു, അതെ, അതെ മോളെ, നമുക്കിപ്പോൾ തന്നെ ഇക്കാര്യം കിരണിനോട് പറഞ്ഞാലോ എന്ന് ചോദിച്ചിട്ടും, വേണ്ട കുട്ടേട്ടാ, ഞാനത് മുമ്പ് ഒരു വട്ടം കിരണിനോട് പറഞ്ഞതാണ്. പക്ഷേ അന്ന് കിരൺ അത് സമ്മതിച്ചു തന്നില്ല. അതുകൊണ്ട് കൃത്യമായ തെളിവുകളോടുകൂടി മാത്രമേ ഇനി കിരണിന്റെ മുന്നിൽ ഇക്കാര്യം നമുക്ക് അവതരിപ്പിക്കാൻ പറ്റൂ എന്ന് ദുർഗ കുട്ടേട്ടനോട് അറിയിച്ചു. എന്നാ ഞാൻ പൊക്കോട്ടെ മോളെ എന്ന് ചോദിച്ചിട്ടും, ശരി, എന്നാ ഞാൻ പോട്ടെ മോളെ എന്ന് പറഞ്ഞ് കുട്ടേട്ടൻ സല്യൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ദുർഗ വല്ലാത്ത ഞെട്ടലോടെ കുട്ടനെ നോക്കി. കുട്ടേട്ടാ എന്താ ഇത് എന്ന് ചോദിച്ചു. അയ്യോ സോറി സോറി മോളെ, അത് പിന്നെ വലിയ വലിയ ഓഫീസേഴ്സിനോട് അങ്ങനെയൊക്കെ ചെയ്തു പോയതുകൊണ്ട് സ്റ്റേഷനിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം ശീലിച്ചു അതുകൊണ്ടാ, കുഴപ്പമില്ല, മാറിക്കോളും, ഓക്കെ എന്ന് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് ഇനി ഇത് ആവർത്തിക്കരുതെന്ന് ദുർഗ പറഞ്ഞു. ശരി മോളെ, എന്നാ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് കുട്ടേട്ടൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ദുർഗ കുട്ടികളെ എല്ലാവരെയും അന്നത്തെ ഫംഗ്ഷന് വേണ്ടി തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുർഗയുടെ മറ്റു അരികിലേക്ക് ആയിട്ട് ഒരു കാറ് വന്നു നിന്നു. ഇതാരാണെന്നുള്ള രീതിയിൽ ദുർഗ നോക്കുമ്പോൾ കാറിൽ നിന്ന് ചിന്നുവും മഹിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് സന്തോഷത്തോടെ ദുർഗ അവരെ സ്വീകരിക്കാനായി അരികിലേക്ക് ചെല്ലുന്നു.